ബംഗാളിൽ അതായത് വോട്ടെടുപ്പ് ഒന്നാം ഘട്ട വോട്ടെടുപ്പ് കഴിഞ്ഞു. ഇനി രണ്ടാം ഘട്ട വോട്ടിലേക്ക് പോകുന്നു. അപ്പോൾ പാർട്ടി ജനറൽ സെക്രട്ടറി എന്ന നിലക്ക് താങ്കൾ ആദ്യത്തെ ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ബംഗാളിൽ ഒരു നേതൃത്വം വഹിക്കുകയാണ്, പര്യടനം നടത്തുകയും ചെയ്തു. എന്താണ് അങ്ങയുടെ വിലയിരുത്തൽ ബംഗാളിൽ? 2011 അപ്രതീക്ഷിതമായി തൃണമൂല് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ പരാജയപ്പെടുത്തിക്കൊണ്ടിവിടെ സംസ്ഥാന ഭരണ നേതൃത്വത്തിലേക്ക് വരുന്നത്. അപ്പം അതിനുശേഷം CPIM-നും ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിക്കും ജനാധിപത്യപരമായി പ്രവർത്തിക്കാൻ കഴിയാത്ത തരത്തിലുള്ളൊരു ഭീകരാവസ്ഥ തന്നെ തൃണമൂൽ ഇവിടെ സൃഷ്ടിക്കുകയുണ്ടായി. 1972 സിദ്ധാർത്ഥ ശങ്കർ റായ് ബംഗാൾ ഭരിക്കുമ്പോൾ അർത്ഥഫാസിസ്റ്റ് ഭീകരത അഭിമുഖീകരിച്ചവരാണ് ഞങ്ങൾ. അന്ന് ഞാൻ കോളേജ് വിദ്യാർത്ഥിയാണ്. ബാരാനഗർ മണ്ഡലത്തിൽ ജ്യോതിബാസു മത്സരിച്ച ആ സീറ്റിൽ ജ്യോതിബാസു തോറ്റതായി തെരഞ്ഞെടുപ്പ് കൃത്രിമത്തിലൂടെ അവർ സ്ഥാപിച്ചു. അങ്ങനെയാണ് കോൺഗ്രസ് അന്ന് റിഗ്ഗിങ് നടത്തി അധികാരം പിടിച്ചെടുത്തത്. അത് കഴിഞ്ഞ് 5 വർഷത്തിനുള്ളിൽ 1977 CPM-നും ഇടതു മുന്നണിക്കും തിരിച്ചു വരാൻ കഴിഞ്ഞു. ഇപ്പം ശരത് ചോദിച്ചത് 2011 മമത ജയിച്ചതിന് ശേഷം തുടർച്ചയായി മമത ജയിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇത്തവണയും ജയിക്കുമെന്നുള്ള പ്രതീതി സൃഷ്ടിക്കുകയാണ്, അവകാശപ്പെടുകയാണ്. പക്ഷേ ഞങ്ങൾ കണക്കുകൂട്ടുന്നത് ഇപ്പം ജനങ്ങളിൽ നിന്നും ഞങ്ങൾ കിട്ടിക്കൊണ്ടിരിക്കുന്ന ആവേശകരമായ പ്രതികരണം അത് വോട്ടായി മാറുകയാണെങ്കിൽ തെരഞ്ഞെടുപ്പിലൂടെ തന്നെ വലിയൊരു മുന്നേറ്റം CPIM-നും ഇടതുപക്ഷ മുന്നണിക്കും ഇവിടെ നേടാൻ കഴിയും. അത് എത്രത്തോളം മുന്നോട്ട് പോകും, എത്ര വലിയ അടിസ്ഥാനപരമായ ഭരണമാറ്റത്തിലേക്ക് തന്നെ നീങ്ങുമോ തുടങ്ങിയ കാര്യങ്ങൾ രണ്ടാം ഘട്ട വോട്ടെടുപ്പ് കൂടി നടക്കുമ്പോൾ മാത്രമേ വ്യക്തമാവുകയുള്ളൂ. എന്നാൽ അഭൂതപൂർവമായ ഒരു മുന്നേറ്റം ഇടതുപക്ഷ പ്രസ്ഥാനത്തിന് ഇപ്പോൾ പശ്ചിമ ബംഗാളിലുണ്ട്. കേന്ദ്രം ഡൽഹി ഭരിക്കുന്ന BJP-യുടെ ഗവൺമെൻറ്റും കൽക്കട്ട ഭരിക്കുന്ന മമതയുടെ നേതൃത്വത്തിലുള്ള തൃണമൂൽ കോൺഗ്രസും ഇത് രണ്ടും വലിയ പരാജയങ്ങളാണ് രാജ്യത്തിനും പശ്ചിമ ബംഗാളിനും. നഗ്നമായ അഴിമതിയാണ് ഇവർ രണ്ടു കൂട്ടരും നടത്തുന്നത്. ഇപ്പോൾ മോഡി ഗവൺമെൻറ്റിൻ്റെ അഴിമതി കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറൽ റിപ്പോർട്ടിൽ തന്നെ വന്നിരിക്കുകയാണ്. 54,282 കോടി രൂപയുടെ കണക്കില്ലാത്ത ചെലവ്, വൗച്ചറില്ലാത്ത ചെലവ്, പട്ടാപ്പകൽ തീവെട്ടിക്കൊള്ള. ഇവിടെ അധ്യാപക നിയമനത്തിന് 21 കോടിയിലധികം രൂപ കണ്ടെടുത്തു മമതയുടെ സഹപ്രവർത്തകനായിട്ടുള്ള മന്ത്രിയുടെ വീട്ടിൽ നിന്നും. അപ്പോൾ ജനങ്ങൾ കണ്ണു തുറന്ന് കാണുകയാണെങ്കിൽ രാജ്യത്തിൻ്റെ സമ്പത്ത് കൊള്ളയടിക്കുന്നവരാണിവർ. ജനദ്രോഹ നയങ്ങളാണ്, പാവപ്പെട്ടവർക്കെതിരാണ്. ഇവിടെ 8,000-ലധികം സ്കൂളുകൾ അടച്ചുപൂട്ടിയിരിക്കുകയാണ്. അപ്പോൾ ഈ വിഷയങ്ങളെല്ലാം പരിഗണിച്ച് ഇടതുപക്ഷമാണ് യഥാർത്ഥ ബദൽ എന്ന ബോധത്തിലേക്ക് ഇവിടുത്തെ ഭൂരിപക്ഷം വോട്ടർമാരും എത്താനുള്ള സാധ്യതയാണ് ഇപ്പോൾ കാണുന്നത്. അതായത് അക്കൗണ്ട് തുറക്കും ഈ തവണ എന്തായാലും, അതിനകത്ത് യാതൊരു സംശയവുമില്ല. സ്വാഭാവികമായിട്ട് ഇവിടെ ഇടതുപക്ഷത്തിനെതിരെ ഒരു മൂവ്മെൻറ്റ് മമത ഉണ്ടാക്കിയിരുന്നു. അപ്പോൾ പ്രവർത്തിക്കാൻ അനുവദിക്കില്ലായിരുന്നു. ഇപ്പോൾ സ്വാഭാവികമായിട്ടും ഒരു ചെറുത്തുനിൽപ്പ് ഈ തെരഞ്ഞെടുപ്പിൽ കാണാവുന്നുണ്ട് ഇടതുപക്ഷത്തിൽ. അതിനെങ്ങനെ വിലയിരുത്തുന്നു? ആ ചെറുത്തുനിൽപ്പിന് പല ഘട്ടങ്ങളായിട്ടുള്ള അനുകൂല സാഹചര്യമാണ് ഇവിടെ വികസിച്ചു വന്നത്. ഇവിടെ നിങ്ങളുടെ എല്ലാം ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടാവും, ഇന്ത്യയിലെ തന്നെ ഏറ്റവും വലിയ മൈതാനമാണ് ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട്. ആ ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ട് നിറഞ്ഞു കവിയുന്ന യുവജന സംഗമം DYFയുടെ നേതൃത്വത്തിൽ സംഘടിപ്പിക്കപ്പെട്ടു. ബസ്തികളിൽ ജീവിക്കുന്ന സ്ലം ഡൊല്ലേഴ്സ്, കോളനികളിൽ ജീവിക്കുന്ന പാവങ്ങൾ, പട്ടിണിപ്പാവങ്ങൾ, അവരും ഗ്രാമപ്രദേശങ്ങളിലെ ദരിദ്രരും എല്ലാം അടങ്ങുന്ന കാർഷിക മേഖലയിൽ പ്രവർത്തിക്കുന്ന ഉൾപ്പെടെയുള്ള പ്രത്യേക സംഗമം ബ്രിഗേഡ് പരേഡ് ഗ്രൗണ്ടിൽ പിന്നീട് നടന്നു. സ്ത്രീകളുടെ നടന്നു, തൊഴിലാളി സംഘടനകളുടെ നടന്നു. അപ്പോൾ ആൾ പറയുന്നുണ്ട് ഇതെല്ലാം ഇത്ര വലിയ ബഹുജന മുന്നേറ്റം ഈ പ്രസ്ഥാനത്തിന് ബംഗാളിൽ സംഘടിപ്പിക്കാൻ കഴിയുമ്പോൾ തെരഞ്ഞെടുപ്പിൽ തന്നെ ഇവർ പൂർണ്ണ വിജയം നേടും എന്ന പ്രതീതി സൃഷ്ടിക്കപ്പെട്ടു. പക്ഷേ ഇവിടെ പ്രകടനത്തിന് വരുന്നവർക്ക് തന്നെ അവരുടെ ഗ്രാമങ്ങളിലോ പട്ടണങ്ങളിലോ പ്രവർത്തിക്കാനുള്ള സ്വാതന്ത്ര്യമില്ലാതിരുന്നൊരു ഘട്ടമായിരുന്നു. ആ സ്ഥിതിക്ക് മാറ്റമുണ്ടായി. ഇവിടെ പര്യടനം നടത്തിയ പല മലയാളികളായ മാധ്യമപ്രവർത്തകരും പറഞ്ഞു CPM-ൻ്റെ ഓഫീസുകൾ ഇവർ പിടിച്ചെടുത്തിട്ടുണ്ട്, നൂറുകണക്കിന് ഓഫീസുകൾ തൃണമൂലും മറ്റും.
സായുധ ഗുണ്ടകൾ വന്നിട്ട് ഒരു തരത്തിലും ചെറുത്ത് നിൽക്കാൻ അനുവദിക്കാതെ ആക്രമണം നടത്തിയിട്ടാണ് ഇതെല്ലാം. ഇപ്പോൾ 2 ദിവസം മുമ്പ് CPM ഒരു സഖാവിനെ ഇവിടെ കൊലപ്പെടുത്തി, പത്രത്തിൽ നിങ്ങൾ വായിച്ചിരിക്കും, തൃണമൂലുകാർ. തൃണമൂലിൻ്റെ രീതി എന്ന് പറഞ്ഞാൽ തൃണമൂലിലെ വിഭാഗീയതയുടെ ഭാഗമായി എതിർചേരിയിൽപ്പെട്ടവരെ തൃണമൂലുകാർ തന്നെ കൊന്ന ഒരുപാട് അനുഭവങ്ങൾ പശ്ചിമബംഗാളിൽ. അപ്പോൾ അങ്ങനെ വളരെ കേട്ടുകേൾവിയില്ലാത്ത തരത്തിലുള്ള അക്രമ പ്രവർത്തനങ്ങൾ, കൊലപാതക രാഷ്ട്രീയം, ഇതിലൂടെ പ്രവർത്തന സ്വാതന്ത്ര്യം നിഷേധിച്ച് പാർട്ടി ഓഫീസുകൾ പ്രവർത്തിക്കാൻ കഴിയാത്ത സ്ഥിതി ഉണ്ടാക്കി. പാർട്ടി ഓഫീസുകൾ CPM-ൻ്റെതും മറ്റും പിടിച്ചെടുത്ത് തൃണമൂലിൻ്റെ ഓഫീസുകളാക്കി മാറ്റി. അങ്ങനെയുള്ളൊരു ഭീകര താണ്ഡവമായിരുന്നെങ്കിൽ അതിന് വിരാമമിട്ടുകൊണ്ട് ഒട്ടേറെ പാർട്ടി ഓഫീസുകൾ തിരിച്ചുപിടിക്കാൻ കഴിഞ്ഞു. അപ്പോൾ താഴെത്തട്ടിലുള്ള ചെറുത്തുനിൽപ്പ് നല്ല നിലയിൽ നടത്താൻ ഒരു പരിധിവരെ, പൂർണ്ണമായിട്ടല്ല, ഒരു പരിധിവരെ CPM-നും ഇടതുപക്ഷത്തിനും കഴിഞ്ഞിട്ടുണ്ട്. അത് ഈ തെരഞ്ഞെടുപ്പിലും നല്ല തോതിൽ പ്രതിഫലിക്കും എന്നാണ് ഞങ്ങളുടെ പ്രതീക്ഷ. അതേപോലെ തന്നെ പക്ഷേ ചെകുത്താനങ്ങൾ ഇപ്പോൾ തൃണമൂൽ പോവുകയാണെങ്കിൽ BJP വരും. ഈ ഒരു സ്ഥലത്താണെങ്കിൽ അത് സ്വാഭാവികമായിട്ടും അത് ഒരു ദേശീയ തലത്തിലൊരു തിരിച്ചടിയാവില്ലേ? കാരണം ഇന്ത്യ സഖ്യത്തിന് അവിടുത്തെ ഇത്തരത്തിലുള്ളൊരു ബൈനറി, ഒന്നുകിൽ തൃണമൂൽ തുടരും, അഥവാ തൃണമൂൽ മാറിയാൽ പിന്നെ വരിക BJP ആണ് എന്ന തരത്തിലുള്ള ഒരു ആഖ്യാനം, അത്തരത്തിലുള്ളൊരു ചിന്ത ജനങ്ങൾക്കിടയിൽ സൃഷ്ടിക്കാൻ ഒരു വിഭാഗം മാധ്യമങ്ങളുടെ സഹായത്തോടു കൂടിയിട്ട് ഇവർ ശ്രമിക്കുന്നുണ്ട്. എന്നാൽ ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ ചോദിക്കുകയാണ്, ജനങ്ങളെ ബാധിക്കുന്ന അടിസ്ഥാന സാമ്പത്തിക നയങ്ങളിൽ BJP-യും തൃണമൂലും തമ്മിൽ വ്യത്യാസമില്ല, BJP-യും കോൺഗ്രസും തമ്മിൽ വ്യത്യാസമില്ല. വ്യത്യസ്തമായൊരു ബദൽ നയം, പട്ടിണിപ്പാവങ്ങളുടെ ജീവിതം മെച്ചപ്പെടുത്തുന്ന തരത്തിലുള്ള ഒരു ബദൽ, അത് ഇടതുപക്ഷത്തിനാണ് മുന്നോട്ട് വെക്കാൻ കഴിയുന്നത്. ഞങ്ങളിപ്പോൾ ഇവിടെ പറയുന്നുണ്ട്, തീവ്ര ദാരിദ്ര്യം തുടച്ചു മാറ്റി ഒറ്റ സംസ്ഥാനമേ ഇന്ത്യയിലുള്ളൂ, അത് കേരളമാണ്, ഇടതുപക്ഷ നേതൃത്വത്തിലുള്ളതാണ്. അപ്പോൾ ബംഗാളിലും തീവ്ര ദാരിദ്ര്യം തുടച്ചു മാറ്റുന്നത് പോലുള്ള പ്രവർത്തനങ്ങളിൽ ഏർപ്പെടാൻ ഒരു ഇടതുപക്ഷ ബദലാണ് ഇവിടെ അഭികാമ്യം. ബിരുദതലം വരെ വിദ്യാഭ്യാസം സൗജന്യമാക്കിയിരിക്കുന്നു കേരളത്തിൽ. ബംഗാളിൽ സ്കൂളുകൾ അടച്ചുപൂട്ടുന്നു, കോളേജുകളിലെ വിദ്യാഭ്യാസ നിലവാരം വലിയ പ്രശ്നമാണ്. അപ്പോൾ വിദ്യാഭ്യാസ കാര്യം, ആരോഗ്യ സംരക്ഷണത്തിൻ്റെ മേഖല, ഇങ്ങനെ ഓരോന്നും എടുത്ത് പരിശോധിച്ചാൽ ബദൽ ഉണ്ട്, അത് ഇടതുപക്ഷമാണ്. BJP-ക്ക് ബദലല്ല തൃണമൂൽ, തൃണമൂലിന് ബദലല്ല BJP, കോൺഗ്രസും ഇവയ്ക്കൊന്നും ബദലല്ല. സാമ്പത്തിക നയങ്ങളുടെ കാര്യത്തിൽ ഇവരെല്ലാം ഒരേ തൂവൽ പക്ഷികളാണ് എന്നുള്ള യാഥാർത്ഥ്യം, ഇതാണ് ജനങ്ങളുടെ മുമ്പിൽ ഞങ്ങൾ അവതരിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മറ്റൊന്നും കൂടി ചോദിച്ചോട്ടെ, കാരണം നിലവിലുള്ള ഒരു 1-ാം ഘട്ടം കഴിഞ്ഞപ്പോൾ കോൺഗ്രസുമായിട്ട് ഐക്യം വേണ്ടിയിരുന്നു, അല്ലെങ്കിൽ കോൺഗ്രസ് കൂടെ ഉണ്ടെങ്കിൽ കുറച്ചും കൂടി ശക്തി ഉണ്ടാകുമോ? 2024 അന്ന് ഒന്നായിട്ടായിരുന്നു കോൺഗ്രസും CPI-എമ്മും ഒന്നിച്ചല്ല ഇടതുപക്ഷങ്ങളും ഭാരിച്ചത്. ഈ പ്രവണത അങ്ങനെയുണ്ടെങ്കിൽ കുറച്ചും കൂടി ശക്തമായൊരു ബദലായി മാറുമായിരുന്നില്ല എന്നൊരു ചിന്തയുണ്ടോ? അല്ല, അതിൽ BJP-യെയും ബംഗാളിൽ BJP-ക്ക് സമാനമായ ജനവിരുദ്ധ നയങ്ങളും ഒരു പരിധിവരെ വർഗീയ നയങ്ങളും പിന്തുടരുന്ന തൃണമൂലിനെയും തോൽപ്പിക്കുക, അതിനെ കോൺഗ്രസ് സഹകരിക്കുകയാണെങ്കിൽ കോൺഗ്രസുമായിട്ട് കൂട്ടുകെട്ടല്ലാതെ ചില നീക്കുപോക്കുകൾ പരിശോധിക്കാനാണ് മുമ്പ് ഇടതുപക്ഷം വളരെ സാഹസികമായൊരു രാഷ്ട്രീയ സമീപനം എടുത്തുകൊണ്ട് സന്നദ്ധമായത്. അഖിലേന്ത്യാ പാർട്ടി കേന്ദ്രത്തിൻ്റെ സമ്മതത്തോടു കൂടിയാണ്. പക്ഷെ അത് ഉദ്ദേശിച്ച പോലെ വിജയിച്ചില്ല. കോൺഗ്രസ് ഇടതുപക്ഷത്തിൻ്റെ പിന്തുണയോടുകൂടി നേടാവുന്ന സീറ്റുകൾ നേടി. എന്നാൽ തിരിച്ച് ഇടതുപക്ഷത്തിന് വോട്ട് നൽകുക എന്നുള്ള ചുമതല കോൺഗ്രസ്സുകാർക്ക് പറഞ്ഞ് നിർവഹിക്കാൻ കഴിയാത്തതുകൊണ്ടാണോ, അങ്ങനെ തിരിച്ച് ഇടതുപക്ഷത്തിന് വോട്ട് ചെയ്യണമെന്ന് കോൺഗ്രസ് നേതൃത്വം നിർദ്ദേശിക്കാത്തതുകൊണ്ടാണോ, ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ വോട്ടുകൾ വെച്ച് കൃത്യമായി നോക്കുമ്പോൾ ഇടതുപക്ഷവും കോൺഗ്രസും തമ്മിൽ മുൻ തെരഞ്ഞെടുപ്പിലുണ്ടാക്കിയ നീക്കുപോക്ക് കോൺഗ്രസ് അതിൻ്റെ നേട്ടത്തിന് ഉപയോഗപ്പെടുത്തുന്ന ഒരു നിലയാണുണ്ടായത്. തിരിച്ച് കോൺഗ്രസിനുള്ള സ്വാധീനം ഒരിടത്തും ഇടതുപക്ഷത്തിന് അനുകൂലമായി മാറ്റപ്പെടുന്ന അനുഭവം ഉണ്ടായില്ല. ഇതെല്ലാം പാർട്ടികളുടെ മുമ്പിലുണ്ട്, ജനങ്ങളുടെ മുമ്പിലുണ്ട്. CPI-എമ്മിനെ സംബന്ധിച്ചിടത്തോളം CPI-എമ്മിൻ്റെ 24-ാം പാർട്ടി കോൺഗ്രസ് ആവിഷ്കരിച്ചൊരു രാഷ്ട്രീയ നയമുണ്ട്. ആ നയം പറയുന്നത് ഫാസിസ്റ്റ് സ്വഭാവമുള്ള RSS നയിക്കുന്ന BJP ഭരണം അത് അവസാനിപ്പിക്കാൻ വേണ്ടി എവിടെയെല്ലാം ഏതെല്ലാം തരത്തിലുള്ള നീക്കുപോക്കുകളും വിട്ടുവീഴ്ചകളും ചെയ്യണം, അതിനെല്ലാം CPI-എം തയ്യാറാണ് എന്നുള്ളതാണ്. പക്ഷേ CPI-എം തയ്യാറാണ് എന്ന് പറയുമ്പോൾ അത് CPI-എമ്മിനെ മാത്രം ആശ്രയിച്ച് നിൽക്കുന്നതല്ല എന്നുള്ള കാര്യവും വളരെ വ്യക്തമാണ്. അല്ല, സ്വാഭാവിക